എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങളിന്ന് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു? അതായത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ന്യൂഡിൽസ്, അൽഫാം, കുഴിമന്തി, ഷവർമ, ചിക്കൻ 65, ചിക്കൻ കട്ട്ലേറ്റ്, ചിക്കൻ സമൂസ, ചിക്കൻ റോള്, അങ്ങനെ മിക്കവരും അല്ലേ നമ്മളൊക്കെ ഹോട്ടലിൽ പോയി അല്ലെങ്കിൽ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഒഴിവാക്കാതെ കഴിക്കുന്ന ഒരു സംഭവമാണ് ചിക്കൻ ഐറ്റംസ് എന്നുള്ളതല്ലേ. പക്ഷേ നമുക്കൊക്കെ എത്രത്തോളം ഉറപ്പുണ്ട് നമ്മൾ കഴിച്ചത് ഫ്രഷ് ചിക്കനാന്നുള്ള കാര്യം, അല്ലാതെ ചത്ത കോഴിയുടെ ചിക്കൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസയോഗ്യമുള്ള ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കാം. എല്ലാ ഹോട്ടലിൽ നിന്നും അങ്ങനെയാണെന്നല്ല വിചാരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യവിഷബാധയും ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചത്ത കോഴിയുടെ ചിക്കൻ എന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ നമ്മൾ ജീവനോടെയാണോ കോഴിയെ തിന്നുന്നതെന്ന് ആലോചിക്കുമല്ലേ. എന്താണ് ഈ ചത്ത കോഴിയുടെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ പോയിട്ടൊരു കോഴിയെ മേടിച്ചത് എങ്ങനെയാണ്, അപ്പം തന്നെ ജീവനുള്ള കോഴിയെ എടുത്തിട്ട് അറുത്ത് മുറിച്ച് നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് വെട്ടിമുറിച്ചാണല്ലേ തരുന്നത്. പക്ഷേ ചത്ത കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ചത്തു, പലതരത്തിലുള്ള രോഗങ്ങൾ വന്നാകാം, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചത്തു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാകാം, അതായത് അതിൻ്റെ മാംസം ചീഞ്ഞ് പുഴുക്കൾ വന്നിട്ടുണ്ടാകാം. ഇതിനെയാണ് ചത്ത കോഴി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും തിന്നുന്നത് ചത്ത കോഴിയല്ലേ എന്ന് ചിന്തിക്കരുത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചത്ത മൃഗം, ചത്ത ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഓൾറെഡി ഡെഡായിട്ട് വരുന്നതിൻ്റെ മീറ്റ് എടുക്കുന്നതിനെയാണ് പറയുന്നത്. നമ്മുടെ മാതൃഭൂമി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം സ്റ്റിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അതായത് കോഴി കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ടൊക്കെ ഈ രഹസ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ മിക്കപ്പോഴും ഞാനൊക്കെ പുറത്തുപോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ഒന്നാണ് ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ അല്ലേ. ഈ കട്ട്ലേറ്റ്, ചിക്കൻ സമൂസ അല്ലെങ്കിൽ ചിക്കൻ റോൾ ഇതുപോലത്തെ ഐറ്റംസിനൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഡെഡ് ചിക്കൻ, ചത്ത കോഴിയുടെ മീറ്റ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കടയിലും എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചോദിക്കും, ഉടനെ നീ പറഞ്ഞു മറ്റേ എല്ലാ ഹോട്ടലും ഇങ്ങനെയാണ് കൊടുക്കുന്നത്, എല്ലാ ബേക്കറിയിലും. ഒരിക്കലും അല്ല, ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് വിവാദമാകാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ സംക്രാന്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് അൽഫാം ഓർഡർ ചെയ്ത് കഴിച്ച 32 വയസ്സുള്ള ഒരു നേഴ്സ് രശ്മിരാജ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിച്ചു. ഇപ്പോൾ ഇത് ഭയങ്കര വിഷയമായിരിക്കുകയാണ്. ഇന്ന് ആ ഹോട്ടൽ DYFI പോലുള്ള യുവജന സംഘടനകൾ അടിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേര് മലപ്പുറം കുഴിമന്തി ഫാമിലി റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ ബോർഡ് വായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ നേഴ്സ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. ആ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് ഇവർ താമസിക്കുന്നത്. യഥാർത്ഥ സ്വദേശം തിരുവനന്തപുരമാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോഴേക്കും ഈ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് ഫുഡ് വരുത്തുകയാണ്. അതായത് അൽഫാമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഡിസംബർ 29-നാണ് ഈ ഒരു അൽഫാം ഓർഡർ ചെയ്തത്. അങ്ങനെ ഈ ഒരു മലപ്പുറം കുഴിമന്തി ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് അൽഫാം വന്നു. ഈ നേഴ്സ് അത് കഴിക്കുകയാണ്. കഴിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അതായത് ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസിയും മൊത്തം ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയാണ്. പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ സ്ഥിതി വഷളാവുകയാണ്. ICUവിലേക്ക് മാറ്റി ഡയാലിസിസ് വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു, രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഇന്നലെയോടുകൂടി ആ നേഴ്സ് മരണത്തിന് കീഴടങ്ങിയാണ് ഉണ്ടായത്. എന്താണ് കാരണം? ആ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഒരു അൽഫാം കാരണം. ആ ഒരു ചിക്കൻ എന്ന് പറയുന്നത് ഭക്ഷ്യവിഷബാധയേറ്റ ചിക്കനായിരുന്നു. അത് ചീത്ത ചിക്കനായിരുന്നു. അത് കഴിക്കാൻ പാടില്ലാത്ത ചിക്കനായിരുന്നു. പക്ഷേ ആ ഹോട്ടലുകാർ അത് വെച്ച് വീണ്ടും ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റു. ആ ഒരു നേഴ്സ് മരണത്തിന് കീഴടങ്ങി. അവർ ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ. വളരെ ദുഃഖമുള്ളൊരു സംഭവം തന്നെയാണ്. ഡിസംബർ 29 തന്നെ നടന്ന മറ്റൊരു സംഭവമുണ്ട്. അത് ഭക്ഷ്യവിഷബാധയേറ്റത് 100 പേർക്കാണ്. എത്ര പേര് അറിഞ്ഞു നിങ്ങൾ? എത്ര പേര് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു? ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഭയങ്കര നിയമങ്ങളും പരിശോധനയും വരും. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓടി എല്ലാ ഹോട്ടലിലേക്കും പോകും. കുറച്ച് അവിടുന്ന് ചിക്കൻ പിടിച്ചു, ഇവിടുന്ന് ചിക്കൻ പിടിച്ചു. 2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. ഇവരൊക്കെ വെറുതെ ഓഫീസിൽ കുത്തിയിരിക്കുന്നതല്ലാതെ ഒരു പണിയും ചെയ്യത്തില്ല. അടുത്തൊരു മരണം റിപ്പോർട്ട് ചെയ്യാവോ ഇവർ വീണ്ടും മറ്റേ വണ്ടിയെടുത്ത് ഇറങ്ങും സെർച്ച് ചെയ്യാനായിട്ട്. ഇത് കൃത്യമായിട്ട് ഇവരുടെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായാലും ഈ അതേ ദിവസം റിപ്പോർട്ട് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ മാമോദീസ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ആ ഒരു മാമോദീസയെ ബന്ധപ്പെട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമല്ലോ, ചടങ്ങ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള 100ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയാണ്. ചെങ്ങന്നൂരുള്ള ഒരു കാറ്ററിംഗ് സെൻ്റർ ആയിരുന്നു ഈ ഒരു ഫുഡ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇടപെട്ട് ചെങ്ങന്നൂരുള്ള കാറ്ററിംഗ് സെൻ്ററിൻ്റെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള വാർത്ത കാണും. പക്ഷേ അതൊന്നും ആർക്കും പ്രശ്നമല്ല. ഒരു മരണം റിപ്പോർട്ട് ചെയ്യാവോ എന്നാൽ മാത്രമേ ന്യൂസ് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു സംഭവം, ഞങ്ങൾ പോയി പരിശോധിക്കും.
ഇതാണ് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നയം. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, സംക്രാന്തിയിലെ ഹോട്ടലുണ്ടല്ലോ, ആ ഒരു നേഴ്സ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് സമാനമായിട്ട് 20 പേർക്ക് കൂടെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. നേഴ്സിന് മാത്രമായിരുന്നില്ല. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതായത് മാതൃഭൂമി ന്യൂസ് കൃത്യമായിട്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെയാണ് അവർ ആ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസിൽ, ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എനിക്ക് കാണാൻ പറ്റിയത്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായിട്ട് ചത്ത ചിക്കൻ വരുന്നു. ചത്ത ചിക്കൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇങ്ങനെ കട്ട് പീസാക്കി കൊടുക്കുന്ന ഐറ്റംസിലാണ്. അതായത് ചിക്കൻ കട്ട്ലേറ്റ്, ചിക്കൻ റോള്, ചിക്കൻ സമൂസ, പിന്നെ ഷവർമ തുടങ്ങിയ ഐറ്റംസിലേക്കാണ് ഇത് മെയിൻലി പോകുന്നത്, ബേക്കറി ഐറ്റംസിലേക്ക്. അല്ലാതെ മറ്റേതിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുമെന്നുള്ളതുകൊണ്ട് അതിലും ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കന് പേരിട്ട് വിളിക്കുന്നത് എം എന്നാണ്. ഇതിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ എം ചിക്കൻ എന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതായത് കടക്കാരൻ പറയുകയാണ്, എം ചിക്കൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം, നമ്മുടെ അടുക്ക വന്ന് ഒരുപാട് പേര് എം ചിക്കനും കളക്ട് ചെയ്ത് പോകാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മറ്റൊരു സംഭവം കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കടക്കാരൻ്റെ വെളിപ്പെടുത്തലാണ്, കോഴി വെട്ടുകാരൻ്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഫ്രഷ് ചിക്കൻ ഓർഡർ ചെയ്യാൻ വന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കോഴിയെ ജീവനോടെ കട്ട് ചെയ്ത് മീറ്റ് ഇങ്ങനെ മുറിച്ച് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് ചത്ത കോഴിയുടെ മീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പെട്ടെന്ന് 2-3 പീസ് ഇങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്ത് നല്ല പീസ് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൂട്ടും. ഇങ്ങനെ, അതായത് നമ്മൾ നല്ല ഫ്രഷ് ചിക്കൻ അവിടെ കട്ട് ചെയ്ത് കോഴിയെ കൊന്ന് മേടിക്കുവാണെങ്കിൽ കൂടിയിട്ട് നമ്മളറിയാതെ ഇത് മിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കോഴി വെട്ടുകാരൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ ഭീകരമായിട്ട് കാണേണ്ട ഒന്നാണ്. ഈ എം ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോഡ് വരുമ്പോഴേക്കും, ഇതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്കും ഒരുപാട് കോഴികൾ ഓൾറെഡി ചത്തിട്ടുണ്ടാകും. അത് പല രോഗങ്ങൾ കൊണ്ടായിരിക്കാം, അതിൻ്റെ അകത്ത് തിങ്ങിഞ്ഞെരിഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കാം, ശ്വാസം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഓൾറെഡി ചത്ത് കഴിഞ്ഞല്ലേ, ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മേത്ത് പതുക്കെ ഡീക്കേ ആകെ സംഭവിക്കും. ഏതൊരു ജീവിയും ചത്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. ഈ ചത്ത കോഴിയെ ആർക്കും വേണ്ട. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചത്ത മീറ്റ് എന്ന് പറയുന്നത്. അത് കോഴിയുടെ മാത്രമല്ല, ചത്ത ആടാണെങ്കിലും പന്നിയാണെങ്കിലും പോത്താണെങ്കിലും ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനെ അപ്പോൾ അറുത്ത് അപ്പോൾ തന്നെ അതിന് മീറ്റ് സെല്ല് ചെയ്ത് മാത്രമേ അങ്ങനെ പോകാവുള്ളൂ. പിന്നെ ഫ്രോസൺ മീറ്റ് മെക്കാനിസം ഉണ്ട്. അതായത് ആ ഒരു മീറ്റ് കൃത്യമായിട്ട് ഒരു താപനില സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഇറച്ചി കട്ട്ലേറ്റിലുള്ള ഇറച്ചി എന്ന് പറയുന്നത് ഇതുപോലുള്ള എം ചിക്കൻ അല്ലെങ്കിൽ സുനാമി ചിക്കൻ എന്നൊക്കെ വിളിക്കുന്ന ഡിണ്ടികൾ ചത്ത കോഴിയുടെ ആയിരിക്കാം എന്ന് ചിന്തിക്കുക. ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പൊക്കെ ഈ നോക്ക് കുത്തിയായിട്ടിരുന്നിട്ട് നമ്മൾക്കൊക്കെ ഇത് കഴിച്ച് നമ്മുടെ കുട്ടികളും കഴിച്ച്, കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സ്കൂൾ വിട്ട് കഴിയുമ്പോഴേക്കും അടുത്തുള്ള ബേക്കറി കയറിയിട്ട് കട്ട്ലേറ്റ്, മറ്റേ മീറ്റ് റോൾ, ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നും കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സ്കൂൾ കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ യാതൊരു സംശയവുമില്ല. ഈ പിള്ളേർക്കൊക്കെ ഭക്ഷ്യവിഷബാധ പിടിച്ചിട്ട് ഇത്രയും വലിയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കുറ്റം 3 പേരുടെ ഭാഗത്താണ്. അതായത് ഈ ഒരു ചത്ത കോഴിയെ വിൽക്കുന്നവന്, ചത്ത കോഴിയെ വാങ്ങുന്നവന്, മൂന്നാമത്തത് പ്രധാനമായിട്ടും ഇവിടെ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഒരു മരണം കിട്ടുമോ എന്നാൽ ഞങ്ങൾ പരിശോധിക്കാം. ഇതാണ് ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു രീതി എന്നുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹോട്ടലിലേക്ക് ഓടിപ്പോയിട്ട് കുറേ പരിശോധന നടത്തിയിട്ട്, കണ്ടോ ഞങ്ങൾ ബക്കറ്റ് കണക്കിന് ചീത്ത ചിക്കൻ പിടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവർ ഓടിച്ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സംഭവം ഇതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നോർമൽ ഡേയിൽ ഇതല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ഹോട്ടലിലും. നമ്മളൊക്കെ കഴിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസയോഗ്യതയുള്ള ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഇറച്ചിയിലും കട്ട്ലറ്റിലൊക്കെ ഇങ്ങനെയാണെന്നല്ല. ഇത് സംഭവിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അവർ കാണിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ബോർഡർ പ്രദേശങ്ങളാണ്. തമിഴ്നാട് ആ ഒരു ബോർഡറിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തെ ബേക്കറികളിലേക്ക് പോകുന്ന ഇറച്ചികൾ അതിൻ്റെ അകത്ത് ഇതുണ്ടായിരിക്കത്തില്ല, ഈ ചത്ത കോഴിയുടെ. ചിന്തിച്ചു നോക്ക്. ഇത് നമ്മൾ വളരെ ഗുരുതരമായിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ നമുക്കത് കഴിച്ചുകൊണ്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടായില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചത്ത കോഴിയുടെ, ഒരു ദിവസം ചീഞ്ഞ് കിടന്ന കോഴിയുടെയാണ് ചിക്കൻ കഴിക്കുന്നത്. ആ ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നത് വേവിച്ച്. എന്താ അവസ്ഥയല്ലേ? അപ്പോൾ ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒന്നാന്ന് തോന്നി. അവിടെ ചെന്നിട്ട് എം ചിക്കൻ നൈസായിട്ട് ഡാമേജ് ചിക്കനും കൂടെ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റിത്തരും. എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തിനാണ് ബേക്കറി കടക്കാർ ഇത് മേടിക്കുന്നതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. വില കുറവ്, തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് ചത്ത കോഴിയെ കിട്ടും. ഇപ്പോൾ സാധാരണ ചിക്കന് 100-110 രൂപയ്ക്കാണെങ്കിൽ എം ചിക്കൻ 20 രൂപ 30 രൂപയ്ക്കൊക്കെ ചുളിവിന് കിട്ടും. അവരെ സംബന്ധിച്ച് വലിയ ലാഭമല്ലേ അത്? അപ്പോൾ അത്യാർത്ഥി, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാർത്ഥി മനുഷ്യനെ ഇത്രത്തോളം നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. അതായത് ഞാൻ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ്, അയൽവക്കക്കാരന് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, അവന് മോശം ഭക്ഷണം കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ഭക്ഷണം ഒരിക്കലും അയൽവക്കക്കാരന് കൊടുക്കരുത്. കാരണം നമുക്ക് വേണ്ടാത്തത് അല്ല കൊടുക്കേണ്ടത്,
നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കണം മറ്റുള്ള അയൽവക്കക്കാരൻ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചത്ത കോഴിയാണ് ഈ പല ആൾക്കാരും വിറ്റൊഴിവാക്കുന്നത് തുച്ഛമായ വിലയ്ക്ക്. അത് അൾട്ടിമേറ്റ്ലി എങ്ങോട്ടാണ് എത്തുന്നത്? മേടിക്കുന്നവൻ്റെ വിൽക്കുന്നവൻ്റെ വയറ്റിലല്ല, നമ്മുടെ വയറ്റിലേക്ക്, നമ്മുടെ കുട്ടികളുടെ വയറ്റിലേക്ക് എത്തും. എന്തായാലും അവസ്ഥ, വല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുമ്പോൾ മറ്റൊരു വിചിത്രമായിട്ടുള്ള ന്യൂസ് കാണാൻ പറ്റി. അതായത് മലപ്പുറം താനൂരിലെ ഒരു ഹോട്ടലിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവമാണ്. ഹോട്ടലിൻ്റെ പേര് ടിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ ചായ കുടിക്കാനായിട്ട് സുബൈർ എന്ന് പറയുന്ന ഒരുത്തൻ പോവുകയാണ്. അപ്പോൾ സുബൈറിന് ചായ കൊടുത്തു, ചായക്ക് മധുരം പോരാ, അവിടെ പ്രശ്നമുണ്ടാവുകയാണ്. സുബൈറിന് 44 വയസ്സ്. ഇയാൾ പ്രശ്നമുണ്ടാക്കി കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയ ശേഷം സുബൈർ ഒരു കത്തിയായിട്ട് വരികയാണ്. കത്തിയായിട്ട് വന്നിട്ട് അയാൾ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായിട്ടുള്ള അബ്ദുൾ മനാഫിനെ ഈ ഒരു സുബൈർ കത്തി കൊണ്ട് കുത്തുകയാണ്. എന്താണ് കാരണം? ചായക്ക് മധുരം പോരാ. കുറച്ച് മധുരം ഇട്ട് തരാൻ പറഞ്ഞ് ഏത് ചായക്കടക്കാരനെ ഇട്ട് തരാത്തത്? അത് കറക്റ്റായിട്ട് അവർ ചെയ്തു തരും. എന്താ ചേട്ടാ കുറച്ച് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലേ. പക്ഷേ അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടാക്കി ഇത്ര വലിയൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കൃത്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ വലിയ വിഷയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനല്ലാണ്ടായിട്ട് മാറുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചായക്ക് മധുരമില്ലെന്നും പറഞ്ഞ് കുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ കപ്പലണ്ടിക്ക് എരിവില്ലെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ബീച്ചിൽ കൂട്ടത്തല്ലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പടം കാണാൻ എല്ലാവരും ചോര ഏൽപ്പിച്ച് നിൽക്കണം. എന്താ സംഭവം? കപ്പലണ്ടിക്ക് എരിവില്ല. അവർ കപ്പലണ്ടി കച്ചവടം 10 രൂപയ്ക്ക് മേടിച്ച കപ്പലണ്ടിയാണ്. പകുതി നിന്നിട്ട് പറയുകയാണ് താനും തിരിച്ചെടുത്തിട്ട് പൈസ തന്നെ ഒന്ന്. എന്താ അവസ്ഥ? അന്ന് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നിൽക്കുന്ന സമയമാണ്. തിരിച്ചെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പകുതി 10 രൂപയുടെ കപ്പലണ്ടി ആര് തിരിച്ചെടുക്കാനാ? അങ്ങനെ ഈ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനായിട്ട് വാക്കുതർക്കം അടിയുണ്ടാകുകയാണ്. കപ്പലണ്ടി കച്ചവടക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ജനങ്ങൾ വരികയാണ്. അങ്ങനെ ഈ 2 ഗ്രൂപ്പും തമ്മിൽ തല്ലിയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, സാക്ഷരത 100%. ആഹാ, അടിപൊളി. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.